ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഇറങ്ങി 7-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. 6 ദിവസത്തെ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ മികച്ച രീതിയിൽ തന്നെ സിനിമ ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളത് കാണാൻ കഴിയുന്നു. ഇതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മമ്മൂട്ടി സിനിമകളിൽ ഒട്ടും പ്രൊമോഷൻ ഇല്ലാതെ വന്ന ഒരു ചിത്രമായി മാറുകയാണ്. കഴിഞ്ഞ 10 വർഷം എടുത്തു നോക്കിയാൽ ഇത്ര കുറഞ്ഞ പ്രൊമോഷനിൽ വന്ന മമ്മൂട്ടിയുടെ ഒരു പടവും പോലും ഇല്ല എന്ന് പറയാം. അവാർഡ് പടമാണെങ്കിൽ പോലും ഇതിലും മികച്ച രീതിയിലുള്ള പ്രൊമോഷനുകൾ ഉണ്ടായിരുന്നു. ഇവിടെ ഈ ഒരു സിനിമയ്ക്ക് യാതൊരു പ്രൊമോഷനും ഇല്ലാതെ വന്ന് ലോ ബഡ്ജറ്റ് സിനിമയായിരിക്കാം, പക്ഷേ പ്രൊമോഷൻ ഇല്ലാത്തതിൻ്റെ കുറവുകൾ ഇവിടെ കാണാനും കഴിയുന്നു. സിനിമ ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് 15.5 കോടിക്ക് മുകളിൽ നേടിയ ചിത്രം 5-ാം ദിവസവും 6-ാം ദിവസവും വലിയ രീതിയിലുള്ള ഇടിവ് സംഭവിക്കുകയുണ്ടായി. കേരളത്തിൽ നിന്ന് 5-ാം ദിനം നേടിയത് വെറും 75 ലക്ഷം രൂപ മാത്രമാണ്. 6-ാം ദിവസമായപ്പോൾ അത് 70 ലക്ഷം രൂപയിലേക്ക് വീണ്ടും കുറയുന്ന കാര്യവും നമുക്ക് കാണാൻ കഴിഞ്ഞു. വേൾഡ് വൈഡ് ആയിട്ടും സിനിമയ്ക്ക് ഇടിവ് തന്നെയാണ്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമയ്ക്ക് 5-ാം ദിവസം എക്സ്പെക്റ്റഡായി പറഞ്ഞിരിക്കുന്നത് 1,50 ലക്ഷം രൂപയും അതുപോലെ തന്നെ 6-ാം ദിവസം 1,25 ലക്ഷം രൂപയ്ക്ക് അടുത്തുമാണ്. അതായത് ആ ഒരു കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ 4 ദിവസം കൊണ്ട് 15.5 കോടി നേടിയ സിനിമ ഇപ്പോൾ 18,20 ലക്ഷം രൂപയോളമാണ് 6 ദിനങ്ങൾ കൊണ്ട് നേടിയിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ പ്രൊമോഷൻ ഇല്ലായ്മയും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ മികച്ച പെർഫോമൻസ് ആണെങ്കിലും ഒന്ന് നന്നായിട്ട് അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് മാർക്കറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഈ സിനിമ ഇതിനോടകം തന്നെ 30 കോടിക്ക് മുകളിലേക്ക് എത്തിയേനെ. കണ്ട എല്ലാവർക്കും പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. വളരെ കുറച്ച് ആളുകളാണ് ഇതിനെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നത്. പിന്നെ കരുതി കൂട്ടി സിനിമ കാണാതെ നെഗറ്റീവ് പറയുന്ന ഒരുപാട് പേരുണ്ട്. അതിപ്പോൾ മമ്മൂട്ടിയുടെ ആണെങ്കിലും മോഹൻലാലിൻ്റെ ആണെങ്കിലും ഒക്കെ സിനിമ അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട്. ഇവരൊന്നും സിനിമ ഈ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് കാണുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു OTT പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ പോലും കാണാത്ത ആളുകളാണ്. പലപ്പോഴും ഏത് സിനിമയാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ടീസറും കാര്യങ്ങളും ഒക്കെ വെച്ച് മാത്രം കാണുന്ന ജനങ്ങളാണ് ഇമ്മാതിരി ഒരു അഭ്യാസങ്ങൾ ഇറക്കുന്നത്. എന്താണേലും ഇവിടെ 18,20 ലക്ഷം രൂപ കടന്നിരിക്കുന്നു ഈ ഒരു സിനിമ. ഇത് ഗംഭീരമായിട്ടുള്ള ഒരു വിജയം തന്നെയാണ് ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ 3 ലക്ഷത്തോളമാണ് ഇപ്പോൾ ബുക്ക് മൈ ഷോയിലൂടെ ടിക്കറ്റുകൾ വിറ്റ് പോയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. സിനിമ ഇതിനോടകം കേരളത്തിൽ നിന്ന് ഏറെക്കുറെ 4 ലക്ഷം പേരാണ് ട്രാക്ഡ് കളക്ഷൻസിലൂടെ മാത്രമായി കണ്ടിരിക്കുന്നത്. 5,400ഓളം ഷോകളും സിനിമ ഇതിനോടകം കളിച്ചതായി ട്രാക്കിംഗ് മുഖാന്തരം നമുക്ക് കാണാൻ കഴിയുന്നു. എന്തായാലും മികച്ച രീതിയിൽ തന്നെയാണ് സിനിമ പോകുന്നത്. ഈ വരുന്ന ആഴ്ചയോടുകൂടി തന്നെ സിനിമ 25 കോടിയിലേക്ക് എത്തും. അങ്ങനെ എത്തുമ്പോൾ സിനിമ ഒരു വലിയ വിജയമായി മാറുകയും ചെയ്യും എന്നുള്ളതാണ്. സിനിമയ്ക്ക് കേരളത്തിൽ വിജയിക്കാൻ തന്നെ ഏറെക്കുറെ നല്ല ഒരു എമൗണ്ട് വേണമെന്നറിയാം. എന്നിരുന്നാലും വലിയ കുഴപ്പമില്ലാത്ത ലെവലിലാണ് GCCയിൽ കാണാൻ കഴിയുന്നത്. കേരളത്തിനേക്കാൾ കൂടുതൽ കളക്ഷനാണ് GCCയിൽ വരുന്നത്. 9.5 കോടിയോളമാണ് GCCയിൽ നിന്നുള്ള കളക്ഷനായി വരുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ സിനിമയ്ക്ക് നല്ല ഹോൾഡാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സിനിമ 2 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ള അപ്ഡേറ്റുകളും പുറത്തു വരുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തുതരാം. ഇന്ന് നിങ്ങൾ ഈ സിനിമയ്ക്ക് പോകുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. ഒപ്പം നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താം. ഗ്രേറ്റ് മീഡിയാസ്.